നഫ്സും ദുനിയാവിൽ നിന്ന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഓരോ കാര്യങ്ങൾക്കും എണ്ണി എണ്ണി പടച്ചറബ് കണക്ക് ചോദിക്കുന്ന, ചെയ്തതിനൊക്കെ പറഞ്ഞതിനൊക്കെ എണ്ണി എണ്ണി പടച്ചറബിൻ്റെ മുമ്പിൽ പരാതി പറയുമ്പോൾ പടച്ചറബിൻ്റെ മുമ്പിൽ ഓരോന്നിനും നമ്മൾ ഓരോ ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹിൻ്റെ കോടതിയിൽ സവിസ്തരം നമ്മളെ വിസ്തരിക്കുമ്പോൾ ഓരോന്നിനും മറുപടി പറയുന്ന ഒരു സമയം. ആ സമയത്തിനെ പറ്റി അവസാനം ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നതില്ല യുദ്ലമൂൻ, പക്ഷേ ആ ജനങ്ങളാരും ആക്രമിക്കപ്പെടൂലട്ടോ. ഒരുത്തിനെയും പടച്ചറബ് അകാരണമായിട്ട് ഒരു നിലക്കും വേദനിപ്പിക്കൂല. ഈ ആയത്ത് പറഞ്ഞിട്ട് മഹാനായ ഇസ്മാഈൽ ബർവസി തങ്ങൾ ഈ ആയത്തിനെ ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. യാ അല്ലാഹ്, അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ ആ തഫ്സീറിന്റെ വിശദീകരണം ഇങ്ങനെ ഓർത്തു പോകുമ്പോൾ ആലോചിച്ചു പോകും. നമുക്കെല്ലാം ഒന്ന് സന്തോഷിക്കാൻ, ഒന്ന് സമാധാനിക്കാൻ വക നൽകുന്ന ഒരു വിശദീകരണം അദ്ദേഹം പറയുന്നത്, നാളെ അള്ളാഹുവിന്റെ മുമ്പിലെത്തി കഴിഞ്ഞിട്ട് ഓരോ ജനങ്ങളെയും പടച്ചറബ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എല്ലാം വേർതിരിക്കുന്നു. നരകത്തിലേക്ക് പോകേണ്ട ആളുകളെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നു, സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളെ സ്വർഗത്തിലേക്കും അങ്ങനെ പറഞ്ഞേച്ചിട്ടോ രണ്ട് വിഭാഗത്തിനെയും വേർതിരിച്ചിട്ടോ രണ്ട് വിഭാഗത്തിനെയും ഓരോരോ ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് സ്വർഗത്തിലേക്ക് എത്തേണ്ട ആളുകൾ സ്വർഗത്തിലേക്ക് എത്തി, നരകത്തിലേക്ക് പോകേണ്ട ആളുകൾ നരകത്തിലേക്കും എത്തി. അങ്ങനെ സ്വർഗവും നരകവും അതാ രണ്ടും രണ്ടായിക്കൊണ്ട് വേർപിരിഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാം അവരുടേതായ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോ, ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങളിലേക്ക് അങ്ങ് ഇടപെടുമ്പോ ഒരു മനുഷ്യൻ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നോ വളരെ ദുഃഖത്തോട് കൂടിയിട്ട് നർമ്മമായ സ്വരത്തിലോ വളരെ താമതായ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ അല്ലാഹുവിനെ വിളിക്കുന്നുണ്ടോ, സ്വർഗത്തിൽ നിന്നുള്ള വിളിക്കുന്നതോ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു മനുഷ്യനങ്ങ് വിളിച്ചു പറയുകയാണ്, യാ ഹന്നാനു യാ മന്നാനു യാ ദൽ ജലാലി വൽ ഇക്റാം. ഹന്നാനായ മന്നാനായ കാരുണ്യത്തിന്റെ കടലായ തമ്പുരാനെ, നിന്റെ വലുപ്പത്തരം ഞാൻ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഞാൻ നിന്നെ വിളിക്കുന്നു അല്ലാ എന്നോ വളരെ ശാന്തമായ നർമ്മല്യമായ ഒരു സ്വരത്തിലതാ ഒരു മനുഷ്യൻ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അല്ലാഹുവിനെ വിളിക്കുമ്പോ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടല്ലോ, ജിബ്രീൽ, ഏതൊരു അടിമയായി എന്നെ വിളിക്കുന്നതോ, ഈ കത്തിയാണെന്ന ജഹന്നമിന്റെ വറകാകുമ്പോഴും ഏതൊരു അടിമയാണ് പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടിയിട്ട് എന്നെ വിളിക്കുന്നതോ എന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയുമ്പോ ജിബ്രീൽ അതാ ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് കത്തിക്കരിഞ്ഞ കരിക്കട്ടയെ പോലെ ആയിപ്പോയ അസ്ഥിപഞ്ചരമായ ഒരു മനുഷ്യനെ ആ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അങ്ങ് തൂക്കിയെടുത്ത് കൊണ്ടുവരുമ്പോ ആ മനുഷ്യനോട് അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലയോ, മനുഷ്യ, നീ എന്തിനാ എന്നെ വിളിച്ചതോ, നീ എന്തിനാ എന്റെ ഹന്നാനിയത്തിനെയും എന്റെ മന്നാനിയത്തിനെയും വിളിച്ചതോ, നീ എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാ മോനെ വിളിച്ചെന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുവേ, എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല, എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല. ആ സമയത്ത് അല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്നല്ലയോ, മനുഷ്യ, നിനക്ക് ഞാൻ ദുനിയാവിൽ ഇത്ര കാലം ആയുസ് തന്നിട്ടില്ലയോ, ഞാൻ നിനക്ക് ദുനിയാവിൽ ഇതുപോലെ പലതും ചെയ്യാൻ നിനക്ക് ഔദാര്യങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടില്ലയോ, പക്ഷേ ഇന്നാലിന്ന സമയത്ത് ഇന്നാലെന്ന സമയത്തോ നീ ഇതുപോലെ ദോഷങ്ങൾ ചെയ്തിട്ടില്ലേ, ഇതുപോലെ പ്രവർത്തിച്ചിട്ടില്ലേ, എന്നെ മറന്നിട്ടില്ലടോ നീ ദുനിയാവിൽ ജീവിച്ചതെന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ബലാ യാ റബ്ബി, അതേ റബ്ബേ, ഇങ്ങനെ തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളതോ, നിന്റെ ഔദാര്യങ്ങളെല്ലാം കോരിച്ചെരിഞ്ഞപ്പോ ഞാൻ നിന്നെ തന്നെ മറന്നുപോയി, ഞാൻ നിന്നെ ഓർക്കാൻ വിട്ടുപോയി, ദുനിയാവിന്റെ ഷോലിൽപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങളെല്ലാം ചെയ്തു പോയി, ഒരുപാട് തെറ്റുകുറ്റങ്ങളെല്ലാം ചെയ്തു പോയിട്ടുണ്ടോ? അപ്പൊ അല്ലാഹു പറഞ്ഞു, എന്നാ ജിബ്രീലെ കൊണ്ടുപോ, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടോ നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് അവൻ വലിച്ചെറിയൂ എന്ന് പറഞ്ഞിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും കൽപ്പിക്കുന്നുണ്ടോ? ജിബ്രീൽ ഈ മനുഷ്യനെ പിടിച്ചിട്ട് അങ്ങ് നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യൻ പ്രത്യാശയോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് രണ്ടാമതും അല്ലാഹുവിന്റെ വജഹിലേക്ക്
അള്ളാഹുവിലേക്ക് അങ്ങ് തിരിഞ്ഞു നോക്കുന്നു, രണ്ടാമതും അള്ളാഹുവിലേക്ക് അങ്ങ് തിരിച്ചു നോക്കുന്നു. കൊണ്ടുപോകലാണ് ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നത്. ആ നോക്കുന്ന സമയത്ത് ജിബ്രീലിനോട് വീണ്ടും പറയുന്നു, കൊണ്ടുവാ, ഒന്നുകൂടി ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നല്ലയോ മനുഷ്യ, നീ ഇന്നാലിന്ന തെറ്റുകുറ്റങ്ങളെല്ലാം ചെയ്തിട്ടോ അതെല്ലാം നിന്നെ കൊണ്ട് നിന്നെ മുമ്പിൽ ബോധ്യപ്പെടുത്തി തന്നിട്ടോ നീ തന്നെ സമ്മതിച്ചതല്ലേ, എന്നിട്ടല്ലേ നിന്നെ രണ്ടാമതും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതോ? ആ കൊണ്ടുപോകുന്നതിൽ പിന്നെയും എന്തിനാണോ നീ എന്നെ തിരിഞ്ഞു നോക്കുന്നതോ, പിന്നെയും എന്തിനാ നീ എന്നെ തിരിഞ്ഞു നോക്കുന്നെന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്ന, പടച്ച റബ്ബേ, ആദ്യമായിട്ട് ഈ മഹ്ശറിലേക്ക് കൊണ്ടുവന്നപ്പോ എന്റെ നന്മതിന്മകളെല്ലാം വേർതിരിച്ചപ്പോ ഞാനൊരു പാപിയാണ്, ഞാൻ ദോഷിയാണ്, ദോഷത്തിന്റെ മാമലകളെ കരിയവനാണ്. അങ്ങനെ നീ എന്നെ നരകത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകുമ്പോ പടച്ച റബ്ബേ, എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ലായിരുന്നു, എന്റെ പ്രത്യാശകൾക്ക് ഞാൻ തിരശ്ശീലയിട്ടിട്ടില്ലായിരുന്നു. നിന്നിൽ ഞാൻ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നരകത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നരകത്തിൽ നിന്ന് പറഞ്ഞത്, യാ ഹന്നാനു യാ മന്നാനു യാ ദൽ ജലാലി വൽ ഇക്റാം. അങ്ങനെ നീ എന്നെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ വീണ്ടും എന്റെ ഓരോ തെറ്റുകുറ്റങ്ങളും നീ എന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോ, എന്റെ മുമ്പിൽ എടുത്തു കാണിച്ചപ്പോ അപ്പോഴും എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല. വീണ്ടും എന്നെ കൊണ്ട് നീ കൽപ്പിച്ചതോ ഈ ദോഷിയായ അടിമയെ നരകത്തിലേക്ക് തന്നെ വലിച്ചെറിയുമെന്ന് പറഞ്ഞിട്ടോ വീണ്ടും ജിബ്രീൽ എന്റെ കൈ പിടിച്ചുകൊണ്ട് വലിച്ചങ്ങ് കൊണ്ടുപോകുമ്പോ പടച്ച റബ്ബേ, നിന്നിലുള്ള പ്രതീക്ഷയിൽ അസ്തമിച്ചിട്ടില്ല, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നിലുള്ള പ്രതീക്ഷകൾ വീണ്ടും നാം വിട്ടിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിന്റെ മുഖത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയതെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് പറയുന്നുണ്ട്, വബിഇസ്സതി വബിജലാലി വബിഇസ്സതി വബിജലാലി, എന്റെ പ്രതാപം തന്നെയാണ് സത്യം. ഏതൊരു അടിമ എന്നെ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നതോ, എന്നിലേക്ക് ഏതൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണോ ഒരടിമ എന്നിലേക്ക് അടുത്ത് വരുന്നത്, ആ പ്രതീക്ഷയുടെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാകും. ഒരിക്കലും ആ പ്രതീക്ഷയെ ഞാൻ തട്ടിക്കളയില്ല എന്ന് പറഞ്ഞിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറയുന്നത്, ഇത്രമാത്രം റജാഓട് കൂടിയിട്ടോ ഇത്രമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ടോ എന്നെ ഒരുത്തൻ കാണുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ അവനെ നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയാൻ പറയുക, പിന്നെ എങ്ങനെയാ നരകത്തിന്റെ ശിക്ഷ ഞാൻ ശിക്ഷിക്കാൻ പറയുക? അതുകൊണ്ട് ജിബ്രീൽ സ്വർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുപോ, അവനെ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുകയെന്നോ മഹാനായ ഇസ്മായിൽ ബർവസി തങ്ങള് എന്ന് പറയുന്ന ഖുർആനിന്റെ ആ വാക്യത്തിലേക്ക് ഒരു തഫ്സീർ കൊടുക്കുന്നുണ്ടോ? ആ റബ്ബാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ റബ്ബ്. ഈ ദുനിയാവിന്റെ മുകളിൽ നമ്മൾ എത്ര കുത്തിമറിഞ്ഞാലും അവസാനം പ്രതീക്ഷ ഒരിക്കലും റബ്ബിൽ നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. എന്ത് തന്നെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും. അല്ലാഹു തആല പാരാവാരം പോലെ അനുഗ്രഹങ്ങൾ കോരിച്ചെരിഞ്ഞപ്പോ ഏതോ ദുനിയാവിന്റെ ദുർബല നിമിഷത്തിൽ, ജീവിതത്തിന്റെ ഏതോ ദുർബല നിമിഷത്തിൽ പടച്ച റബ്ബിനെ മറന്ന് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും അള്ളാഹുലേക്ക് മടങ്ങിച്ചെല്ലുന്നത് എനിക്ക് തടസ്സമല്ലട്ടോ. പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുന്നതിരിക്കും തടസ്സമല്ല. നമ്മൾ എത്ര തന്നെ ചെയ്താലും പല ആളുകളെയും പറ്റി ചിലപ്പം പറയും 11 മാസം കുപ്പി, റമളാൻ വന്നാൽ 1 മാസം തൊപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കും. അതൊന്നും വിഷയാക്കേണ്ടതില്ല. 11 12 മാസം തന്നെ കുപ്പിയും അതിന്റെ കൂടെ തന്നെ അടവെച്ച കോഴിയെ പോലെ നമ്മൾ കിടന്നുറങ്ങിയ ആളുകളാണെങ്കിലും അതിനേക്കാളും വലിയതാണ് പടച്ച റബ്ബിന്റെ ഔദാര്യം എന്നുള്ള വിശ്വാസം അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേണം. തെറ്റ് ചെയ്യാൻ പ്രചോദനമാക്കുകയല്ല ഞാൻ, നിങ്ങൾ ഇനിയും ചെയ്തോളിട്ടോ, പടച്ച റബ്ബ് പുറത്തു തരുന്ന പറയുകയല്ല നാം. ഒരിക്കലും അള്ളാഹുനെ മറന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ജീവിച്ചുകൂടാ. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ജീവിതം കഴിഞ്ഞതാണ്, അത് നമ്മളെ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. പക്ഷേ കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ ആ പാപങ്ങളുടെ പേരിൽ അള്ളാഹുലേക്ക് ഹൃദയം മറിഞ്ഞുകൊണ്ട് നമ്മൾ ചവ ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹുലേക്ക് നമ്മൾ പ്രത്യാക്ഷയോട് കൂടിയിട്ട് ഖേദിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ, 2 കൈകൾ നീട്ടിക്കൊണ്ടോ ഒരു കുഞ്ഞിനെ വാരിയെടുക്കുന്ന മാതാവിനെ പോലെ നമ്മുടെ റബ്ബ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ? അതേ വിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങളിലാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മൾക്കെല്ലാം മടങ്ങിച്ചെല്ലാനുള്ള ദിവസം, നമ്മൾക്കെല്ലാം അല്ലാഹുവിലേക്ക് ഒരു കുഞ്ഞു മാതാവിലേക്ക് ഓടിയെടുക്കുന്നത് പോലെ പടച്ച റബ്ബേ, ഇന്നലെ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തത്തിന്റെ പാപത്തിന്റെ ഹൃദയങ്ങളുടെ ആ പാപം ചെയ്ത ഹൃദയമായിട്ടിതാ ഇന്ന് ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുന്നുവെന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള ദിവസം നമുക്ക് വന്നിരിക്കുകയാണ്.
വരികയാണ്. നമുക്ക് മുതലെടുക്കാനുള്ള ദിവസമാണ്, നമ്മൾക്ക് തിരിച്ചു മടങ്ങാനുള്ള ദിവസമാണ്. ഇന്നലത്തെ ജീവിതം നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ ഖേദിച്ചുകൊണ്ട് ജീവിതം നശിപ്പിച്ച് കളയാനുള്ള ആളുകളല്ല. ഇന്നലത്തെ ജീവിതങ്ങൾ വന്നുപോയ ആ പാപങ്ങൾ കഴുകി കളയാനുള്ള ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. മഹാനായ ഇബ്നു ഖയ്യിം തങ്ങൾ പറയുന്നുണ്ട്, എടോ വലിയ ആളുകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുമായി അടുത്ത ആളുകൾ, ഇവരെല്ലാവരും ഒരു തെറ്റും ചെയ്യാത്തവരാണ് എന്ന് നീ കരുതണ്ട. അദ്ദേഹം പറയുന്ന വാക്ക്, അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ് എന്ന് കരുതണ്ട. അവരുടെ കയ്യിലും തെറ്റുകളുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കയ്യിലും തെറ്റുകളുണ്ട്. പക്ഷേ ആ തെറ്റുകൾ വന്നു പോയി കഴിഞ്ഞാൽ അതിനെയും നന്മയാക്കി തീർക്കാൻ പറ്റുന്ന ഹൃദയത്തിന്റെ പശ്ചാത്താപം, ഹൃദയത്തിന്റെ ഇസ്തിഗ്ഫാർ അവരുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ വന്ന തെറ്റിനെ വരെ നന്മയാക്കിയിട്ട് അല്ലാഹു തആല മായ്ച്ചു കളയുന്ന അങ്ങനത്തെ ഹൃദയത്തിന്റെ നെടും ഖേദം അവർ അതിന്റെ ശേഷം അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായി പോയത്. അല്ല, തെറ്റ് വരാത്തവരല്ല. നമ്മുടെ കയ്യിലുള്ള പ്രശ്നം തെറ്റ് ചെയ്യും, അള്ളാഹുവിന് ഓർമ്മയില്ലാത്തവരാ. തെറ്റ് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് മാപ്പപേക്ഷിക്കാനുള്ള ഹൃദയം, ആ ഹൃദയമാണ് നമുക്ക് വേണ്ടത്. അതിന് ഏറ്റവും ഉചിതമായ സമയമാണ് ഇതാ. 3-4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്ക് മാഫ് നൽകുമാറാവട്ടെ. ദയ്യാനായ മന്നാനായ ഹന്നാനായ പടച്ച റബ്ബ് വന്നുപോയ സകലമാന ദോഷങ്ങൾക്കും പകരം ഹസ്നത്തുകൾ കൊണ്ട് അല്ലാഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതോടുകൂടെ ഒരു കാര്യം കൂടി, റമളാൻ മാസമാണ് വരുന്നത്. നമ്മുടെ സഹോദരിമാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, റമളാനിലൊരു പ്രത്യേകത ഉണ്ട്. എന്താ? നോമ്പ് തുറ എന്നുള്ള പരിപാടി വെക്കും വീട്ടിൽ, നോമ്പ് തുറ എന്നുള്ള പരിപാടി. എന്നിട്ട് ളുഹർ കഴിഞ്ഞാൽ കോഴി ഉലത്തിയത്, കോഴി പരത്തിയത്, കോഴി പൊട്ടിത്തെറിച്ചത്, കോഴി ഓടിയത്, മണ്ടിയത് എന്ന് പറഞ്ഞിട്ട് 4 വിഭവങ്ങൾ ഒരുക്കും. പിന്നെ അതിൻ്റെ കൂടെ കണ്ട പൊരിച്ചതും കരിച്ചതും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. അന്നത്തെ ദിവസം ചിലപ്പോൾ ളുഹർ ഉണ്ടാകൂല, അസ്ർ ഉണ്ടാകൂല. മനസ്സിലായില്ലേ? നോമ്പ് തുറപ്പിക്കൽ സുന്നത്താണ്. ളുഹറും അസ്റും ഒരു മനുഷ്യന്റെ മേലും നിർബന്ധമായതാണ്. നിസ്കാരത്തിന് ഉപേക്ഷിച്ചുകൊണ്ട് അതിന് പള്ളിയിലുള്ള ഉസ്താദിന് ചോറുണ്ടാക്കുകയാണെങ്കിലും, പള്ളിയിലെ ഉസ്താദിന് പത്തിരിയും കുഴിപ്പത്തിരിയും മാനാ തോട്ടി അറിഞ്ഞ് ഒരുപാട് ഉണ്ടാക്കും. പള്ളിയിലെ ഉസ്താദും പടച്ച റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ ശുപാർശക്ക് വരൂലട്ടോ. എൻ്റെ നിസ്കാരം ഞാൻ നോക്കണം. താത്തമാരോട്, സഹോദരിമാരോട്, നമ്മുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കുക, എൻ്റെ ഫർളായ നിസ്കാരം അത് ഞാൻ നോക്കണം. ഏത് പള്ളിക്കത്തെ ഉസ്താദിന് 4 തട്ട് നിറയെ ചോറുണ്ടാക്കി കൊടുത്താലും ആ ഉസ്താദ് വരില്ല. നിസ്കാരം കളാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി ഇസ്ലാം അംഗീകരിക്കൂല. വളരെ ശ്രദ്ധിക്കുക, ജാഗ്രത നമ്മൾ പുലർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാനിനെ ഇരു കൈകളും നീട്ടിക്കൊണ്ട് സ്വീകരിക്കാൻ, റമളാൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ.